ഇന്ന് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്തമായ AI ടൂളുകൾ പല ആളുകളും മതം പഠിക്കാനും ദീന് പഠിക്കാനും ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ മുതിർന്ന പണ്ഡിതന്മാർ ഒരുപാട് 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വഫാത്തായി മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഓഡിയോകൾ അവരുടെ അതേ സൗണ്ടിലൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങളിലൊക്കെ ഇന്ന് ലഭ്യമാണ്. അവരുടെ സൗണ്ടിൽ പലതരത്തിലുള്ള ഫത്വകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും ഒക്കെ അവരുടെ സൗണ്ടിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായ ഒരു കാര്യം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് പഠിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ChatGPT അതുപോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ മതപരമായ കാര്യങ്ങൾ ചോദ്യങ്ങളായി ചോദിക്കുക അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഫത്വകൾ ചോദിക്കാൻ വേണ്ടിയൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എപ്പോഴും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അന്ന് ഖുതുബയിൽ നാം കേട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദീനാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദു ദീനക്കും, നിങ്ങൾ എവിടുന്നാണ് ദീന് പഠിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല. അറബിയിൽ കാണുന്നതൊക്കെ ഖുർആനും അറബിയിൽ കേൾക്കുന്നതൊക്കെ ഹദീസുമല്ല. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പലപ്പോഴും അതിൽ നിന്ന് സ്വന്തമായി ഹദീസുകളും സ്വന്തമായി ഖുർആനിൻ്റെ ആയത്തുകളും വരെ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് രണ്ടാമതായി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.